ഡൽഹി സർക്കാരിന്റെ പുതിയ ലക്ഷ്മി യോജന പദ്ധതിയിൽ ചേരാൻ സ്ത്രീകളുടെ വൻ തിരക്ക്. പ്രതിമാസം 2500 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതിക്കായി പോർട്ടൽ തുറന്ന് ഒറ്റ ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തത് 1.5 ലക്ഷത്തോളം പേരാണ്. ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഈ പദ്ധതി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇപ്പോൾ നടപ്പിലാക്കുന്നത്. 2500 രൂപ മുഴുവനായി അക്കൗണ്ടിൽ നൽകുന്നതിന് പകരം 1000 രൂപ സേവിങ്സ് അക്കൗണ്ടിലും ബാക്കി 1500 രൂപ 3 വർഷത്തെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപം FD ആയിട്ടാണ് നൽകുക. സ്ത്രീകൾക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുക എന്നതാണ് ഈ FD സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 17 ലക്ഷം വനിതകൾക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതിക്കായി നടപ്പു വർഷം 5100 കോടി രൂപയാണ് ഡൽഹി സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. 21നും 60നും ഇടയിൽ പ്രായമുള്ള വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് അർഹത. അപേക്ഷയോടൊപ്പം അതത് മണ്ഡലത്തിലെ MLA-യുടെയോ MP-യുടെയോ ശുപാർശ കത്ത് നിർബന്ധമാണ്. കേവലം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള സൗജന്യ വിതരണങ്ങൾക്കപ്പുറം കൃത്യമായ സാമൂഹിക ലക്ഷ്യങ്ങളും ദേശീയ കാഴ്ചപ്പാടും ഈ പദ്ധതിക്കുണ്ട്. 3-ലധികം കുട്ടികളുള്ളവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല എന്ന കർശന വ്യവസ്ഥ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ ജോലിയുള്ളവർ, സ്വന്തമായി കാറുള്ളവർ, മറ്റു പെൻഷനുകൾ വാങ്ങുന്നവർ എന്നിവരെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട്. അർഹരായവരിലേക്ക് മാത്രം സഹായം എത്തിക്കാനുള്ള കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഗുണഭോക്താക്കളെ അന്തിമമായി നിശ്ചയിക്കും. നമ്മുടെ കേരളത്തിൽ VD സതീശൻ സർക്കാർ ചെയ്യുന്നത് പോലെ സൗജന്യങ്ങളുടെ പേരിൽ ഖജനാവ് ധൂർത്തടിക്കാതെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ നിയമമനുസരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും BJP സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതാണ് സ്വാർത്ഥലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയവും എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ദേശീയതയുടെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. സബ്കാ സാത്ത് സബ്കാ വികാസ്. ന്യൂസ് ഡെസ്ക്.